സത്യമാണ്. ഞാൻ ആ പടി ചവിട്ടുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. രണ്ടാമത് എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾക്ക് നന്ദി പറഞ്ഞു. മൂന്നാമത് എന്നെ ഇതിലേക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി ഒത്തിരിയേറെ ആളുകളുടെ പ്രയത്നമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എന്നെക്കാളും വളരെ സീനിയറായിട്ടുള്ള മന്ത്രിമാരും MLA-മാരും ഒക്കെ ഇരിക്കുന്ന സഭ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ അത് നിയന്ത്രിക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള MLA-മാർ, ഞാനാണല്ലോ സ്പീക്കർ, അവരുടെ സമയം അധികരിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ശക്തമായി ഇടപെട്ട് അവരെ നിയന്ത്രിച്ചിരുത്തി, റൂൾ ചെയ്ത് അവരെ ഇരുത്തി. ഞാൻ പറഞ്ഞു, ആ സ്പീക്കറിന്റെ ചെയറിൽ ഇരിക്കുമ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയിലുള്ള താല്പര്യങ്ങളും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ചാനലുകാരല്ലേ, നിങ്ങൾ ഒരു നെൽകൃഷിക്കാരനെ വിളിച്ചോണ്ട് പോവാ, എനിക്ക് ഈ വർഷത്തെ ഇന്ന വർഷത്തെ നെല്ല് വിറ്റ കാശ് കിട്ടാനുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് അവർക്കൊരു മോതിരിട്ട് കൊടുക്കാം. നമസ്കാരം. കഴിഞ്ഞ ദിവസം CTV പുറത്തിറക്കിയ അഡ്വക്കേറ്റ് ജോബ് മൈക്കിളുമായുള്ള ഇന്റർവ്യൂവിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നിങ്ങൾ കാണുവാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെയും ഞങ്ങൾക്ക് ഫോണിലൂടെയും മെയിലിലൂടെയും അനേകർ പങ്കുവച്ചു. ഇതെല്ലാം ഞങ്ങൾ ജോ മൈക്കിൾ MLA അറിയിച്ചിട്ടുണ്ട്. ഏതായാലും രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ചങ്ങനാശ്ശേരിയിലെ ജനങ്ങൾ ഇതെല്ലാം നല്ലപോലെ വിലയിരുത്തുന്നുണ്ട്. ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്, KSFയുടെ വൈസ് ചെയർമാനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ട് പ്രവർത്തിച്ചു. അപ്പോഴൊക്കെ എൻ്റെ ചിന്ത, ഈ സ്ഥാനത്തിരുന്ന് എന്നെ സമീപിക്കുന്ന ജനങ്ങൾക്ക് എന്ത് സഹായം ചെയ്തു കൊടുക്കാൻ പറ്റും, അല്ലാതെ ഒരു നിലവിളക്ക് എടുത്തോളം പോയി കൊളുത്തി ഒരു പത്രവാർത്ത കൊടുക്കാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ കാറിന്റെ പുറകെ ഇടിക്കാതെ നിലവിളക്കം കൊണ്ടാണെന്ന് ഇവിടെ 6 പേരെ കാണുമ്പോൾ കത്തുക എന്നുള്ളതല്ല. ഞാൻ നമ്മുടെ നെൽകർഷകരുടെ വിഷയങ്ങൾ ഒത്തിരിയേറെ പരിഹരിച്ചല്ലോ. 22 പാടശേഖരമുണ്ട് ഓരോ നമ്മുടെ പഞ്ചായത്തിൽ പലയിടത്തും. എല്ലാ പാടശേഖരത്തിനും ഫണ്ട് അനുവദിച്ചു. അതോടൊപ്പം തന്നെ കൃഷി ഇറക്കുന്ന സമയത്ത് മീറ്റിംഗ് വിളിക്കും, ബന്ധപ്പെട്ട കൃഷി ഓഫീസർമാരെ വിളിച്ച് ചേർക്കും. അതോടൊപ്പം തന്നെ കൊയ്ത്തിന് വിളിച്ച് പാടി ഓഫീസർ ഉൾപ്പെടെ വിളിക്കും, അത് ഡിസ്കസ് ചെയ്യും, അവരുടെ വിഷയങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കും. നമ്മൾക്കൊരു പത്രവാർത്തയ്ക്ക് വേണ്ടി അല്ലെ ഒരു മാധ്യമത്തിലൊരു പണം വരുത്താൻ വേണ്ടി ഒരു പരിപാടിക്ക് വേണ്ടി ഒരു പരിപാടിയല്ല വേണ്ടത്. അതല്ല രാഷ്ട്രീയ പ്രവർത്തനം. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കി അത് എങ്ങനെ വരും, അതിന് വാർത്ത കിട്ടാതിരിക്കും. അത് ഞാനൊരു വാർത്ത മാധ്യമത്തിനെ പുറകെ പോകാറില്ല. നമ്മൾ അത് അനുസരിച്ച് നമ്മൾ ജോലി ചെയ്യുന്നു, ജനങ്ങൾക്ക് താല്പര്യമുള്ള വാർത്തകൾ അവർ കൊടുക്കുന്നു. അല്ലാതെ എല്ലാ ദിവസവും ഒരു പത്രത്തിൽ ഒരു പണം വരുത്തി ഏതെങ്കിലും ഒരു വിഷയം പറഞ്ഞിട്ട് അങ്ങനല്ല. ഈ നെൽകർഷകരുടെ കാര്യം തന്നെ എടുക്കാം. 2025 മെയ് മാസം 30 ഞാൻ സംസാരിക്കുമ്പോൾ 2024 മെയ് മാസം 30 എന്നുള്ള രീതി ഉണ്ടായിരുന്നു. അന്ന് വരെ കൃഷി ചെയ്ത എല്ലാ നെൽകൃഷിക്കാർക്കും, ഇന്നിപ്പം നിങ്ങൾ ചാനലുകാരല്ലേ, നിങ്ങൾ ഒരു നെൽകൃഷിക്കാരനെ വിളിച്ചോണ്ട് പോവാ, എനിക്ക് ഈ വർഷത്തെ ഇന്ന വർഷത്തെ നെല്ല് വിറ്റ കാശ് കിട്ടാനുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് അവർക്കൊരു മോതിരിട്ട് കൊടുക്കാം. എല്ലാവരുടെയും കൊടുത്തല്ലോ. അല്ലെങ്കിൽ അവർ പറയല്ലോ, എനിക്ക് കഴിഞ്ഞ വർഷത്തെ കിട്ടാനുണ്ട്, കഴിഞ്ഞ മെയ് മാസം കിട്ടാനുണ്ട്. അപ്പം നെല്ലെടുത്ത് 2-3 മാസം കഴിയുമ്പോൾ അവരുടെ കാശ് കൃത്യമായി പോകും. ആ ഒരു സംവിധാനം ക്രമീകരിച്ചിട്ട് കൃത്യമായി ചെയ്യുന്നുണ്ട്. പണ്ട് റേഡിയോക്കകത്തൊക്കെ പറയുമ്പോൾ മാർച്ച് അവധി, മെയ് അവധി എന്നൊക്കെ പറയും. അപ്പൊ നമുക്കറിയത്തില്ലായിരുന്നു. പക്ഷെ എന്താണെന്നറിയാമല്ലോ, നമ്മുടെ കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചിട്ട് മാർച്ച് വരെ അവധി കൊടുക്കുന്നവർക്ക് ഇത്ര രൂപ, ഉടനെ കാശ് കൊടുക്കുന്ന ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ടെക്നിക്ക്. ഓക്കെ, നമ്മുടെ പട്ടണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കവലഭാഗം ഒത്തിരി ഇടുങ്ങി, ജനബാഹുല്യമുണ്ട്, വാഹനങ്ങളുടെ പെരുക്കമുണ്ട്, ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴും ട്രാഫിക് ജാം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ നമ്മുടെ സമീപ പട്ടണങ്ങൾ വളരുമ്പോഴും ഒട്ടേറെ ചരിത്രശേഷിപ്പുകളുള്ള നമ്മുടെ ഈ പട്ടണം ഒരല്പം ഉള്ള കാര്യം പറഞ്ഞാൽ മുരടിച്ച അവസ്ഥയിലാണ്. കവലഭാഗം, സെൻട്രൽ ഭാഗം. ഈ നഗര വികസന അതോറിറ്റി മീറ്റിങ്ങുകളിലൊക്കെ പങ്കാളിയാവുകയും നേതൃത്വം എടുക്കുകയും ചെയ്യുന്ന താങ്കൾക്ക് നമ്മുടെ ആ കവലഭാഗത്തിന് ഒരു ഡെവലപ്മെന്റ് കിട്ടാൻ എന്തെങ്കിലും പ്ലാനിങ് മനസ്സിലുണ്ടാവും? നമുക്ക് ഡെവലപ്മെന്റ്സ് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജനങ്ങൾ അതുപോലെ സഹകരിക്കണം. എന്നുവെച്ചാൽ നമുക്ക് റോഡുകളുടെ വികസനം, അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ചെറിയ റോഡാണ് ചെയ്തത്, ഹോസ്പിറ്റൽ റോഡ്. ഇപ്പം മറ്റേത് 2.5 മിനിറ്റ് കൊണ്ട് ആശുപത്രി ചെല്ലുന്ന ആൾക്ക് ഇപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ചെല്ലാൻ പറ്റും, റോഡ് നന്നായപ്പോൾ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ടൗണിൻ്റെ അകത്തും ഇപ്പം ഞാൻ ഈ ചങ്ങനാശ്ശേരി ലില്ലി വൈറ്റ് റോഡ് അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി 50 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ചെറിയ ചെറിയ റോഡുകൾ വികസിപ്പിക്കുകയും
അത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്താൽ നമ്മുടെ ചങ്ങനാശ്ശേരി പട്ടണത്തിന്റെ രീതി മാറും. അല്ല, അതിനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ? അതാണല്ലോ ഇപ്പം ഗ്രൗണ്ട് വന്നു. ആ. ഗ്രൗണ്ട് വന്നപ്പം അവിടെ ജിംനേഷ്യം, AC ജിംനേഷ്യം ആണുങ്ങൾക്ക് പിന്നെ വെച്ചിട്ടുണ്ട്. ജിംനേഷ്യം ഉണ്ട്, AC ജിംനേഷ്യം. അതൊക്കെ നമുക്കൊരു പുതിയ ഇതല്ലേ. ഇപ്പൊ അവിടെ ഓടാൻ, ചാടാൻ, പന്ത് കളിക്കാൻ, ക്രിക്കറ്റ് കളിക്കാൻ, വോളിബോൾ കളിക്കാൻ നമ്മുടെ സ്റ്റേഡിയത്തിൽ, മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ അതിന്റെ പണിയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും PPOS കൊണ്ടുവന്നത്. അതെ അതെ, പുല്ലുകാട്ട് ഫാമിലിയുടെ സംഭാവനയില്ലേ. അതെ, അദ്ദേഹത്തെ മറക്കാനാവില്ല. സാർ, അതുപോലെ തന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകനുമായി സംസാരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണ്. അദ്ദേഹം കൂത്രപ്പള്ളിയിൽ പഠിപ്പിക്കുന്ന ഒരു സാറാണ്. അദ്ദേഹം കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, നമുക്കൊരു വിദ്യാഭ്യാസ ജില്ലയുള്ളത് കാഞ്ഞിരപ്പള്ളിയിലാണ്. ചങ്ങനാശ്ശേരിയിലാണെങ്കിൽ ചങ്ങനാശ്ശേരി പട്ടണത്തിൽ ഏതാണ്ട് 100 വർഷം പൂർത്തിയാക്കിയ 35ഓളം സ്കൂളുകളുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു വിദ്യാഭ്യാസ ജില്ല ചോദിച്ചു വാങ്ങാൻ സാറിൻ്റെ കാലത്ത് കഴിയുകയാണെങ്കിൽ, ഈ ഒരു ആസ്ഥാനം ലഭിക്കുകയും ഒരു DO ഓഫീസ് അനുവദിച്ച് കിട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിയുടെ ഈ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ കുറച്ചധികം ശ്രദ്ധ കൊടുക്കാനോ അത് വളർത്തിയെടുക്കാനും കഴിയില്ല. അതിനുള്ള എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? അതെ, നമുക്ക് ഇവിടെ ചങ്ങനാശ്ശേരി അതിരൂപത കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഉണ്ട്, NSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. അതെ. ഇപ്പം ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കേണ്ട സ്ഥലമാണ്. SP കോളേജുണ്ട്, അസംഷൻ കോളേജ്, NSS കോളേജുണ്ട്, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ഈ കോട്ടയം ചങ്ങനാശ്ശേരി തമ്മിലുള്ള ദൂരം അത് 17-18 കിലോമീറ്റർ ഉള്ളൂ. 20-ൽ താഴെയുള്ളൂ. അപ്പം അതിനും ദൂരെ ഉണ്ടായിരുന്ന കാഞ്ഞിരപ്പള്ളിക്ക് അന്നത്തെ ഒരു സമ്മർദ്ദം വെച്ച് പൂഞ്ഞാറ്, കാഞ്ഞിരപ്പള്ളി, ഈരാറ്റുപേട്ട ഇങ്ങനെ വെച്ചുകൊണ്ട് അവിടെ ഒരു വിദ്യാഭ്യാസ ജില്ല വന്നു. P. ജോസഫ് സാറിന്റെ കാലത്ത് അതെ വന്നു. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടേണ്ടതായിരുന്നു. ഇവിടെ നമുക്കറിയാം, MG യൂണിവേഴ്സിറ്റി ഏറ്റുമാനൂർ പോകേണ്ടതല്ല. MG യൂണിവേഴ്സിറ്റി ചങ്ങനാശ്ശേരിക്ക് വരേണ്ടതാണ്. ചങ്ങനാശ്ശേരി ആസ്ഥാനമാക്കാന്ന് വെച്ചാൽ നമുക്ക് സ്ഥലം കൊടുക്കാൻ സൗകര്യം ഇല്ലാഞ്ഞുകൊണ്ടാണ് വന്നത്. അന്ന് നമ്മൾ ഈ മാടപ്പള്ളി പ്രദേശമൊക്കെ അതിനുവേണ്ടി നോക്കിയതാണ്. മാടപ്പള്ളി പ്രദേശം നല്ലതാണ്. ചില റെയിൽവേയിൽ വന്ന് ഇറങ്ങിയാൽ ഒരു 7 കിലോമീറ്റർ എന്ന തെങ്ങണ അല്ലെങ്കിൽ 6 കിലോമീറ്റർ എന്ന തെങ്ങണയിലും അവിടെ നല്ലൊരു യൂണിവേഴ്സിറ്റി ആസ്ഥാനം വന്നാലും നല്ലൊരു വളർന്നേനെ. അപ്പം നമുക്ക് ചങ്ങനാശ്ശേരിക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും കിട്ടിയിട്ടില്ല. അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള നല്ല പരിശ്രമം നടത്തും. നമ്മുടെ ഈ തിരുവല്ല പട്ടണമാണെങ്കിലും വളരെ വേഗത്തിൽ വികസിച്ചു വരികയാണല്ലോ. അപ്പോൾ തിരുവല്ലയുടെ സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിൽ നിന്നുള്ള അതിർത്തി പങ്കിടുന്ന ഇടങ്ങളെല്ലാം അവരെടുത്തു. കോട്ടയമാണെങ്കിലും നാട്ടകമൊക്കെ കൂടി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളെടുത്ത് കോട്ടയം മുനിസിപ്പാലിറ്റിയിലേക്ക് ചേർത്തു. ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി ഇപ്പോഴും ചെറിയ സ്ക്വയർ മീറ്റർ വിസ്തൃതി കടന്നിങ്ങനെ ഇരിക്കുകയാണ്. തൊട്ടടുത്ത പഞ്ചായത്തുകളൊക്കെ വളരെ ജനപ്പെരുക്കത്തിലും വിസ്തൃതിയിലും ഒക്കെ വളരെ വലുതാണ്. പക്ഷെ അവരെ ചേർത്ത് വെച്ച് ഭാവിയിൽ നമുക്ക് ചങ്ങനാശ്ശേരി നഗരസഭയൊന്ന് വികസിപ്പിക്കാനുള്ള സാധ്യത. ഈ ചങ്ങനാശ്ശേരി നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന തൃപ്രധാനം പഞ്ചായത്ത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ തന്നെ ഏറ്റവും ജനസാന്ദ്രമുള്ള പഞ്ചായത്താണ് തൃപ്രധാനം പഞ്ചായത്ത്. ഒരു സ്ക്വയർ കിലോമീറ്റർ 3456 പേര് താമസിക്കുകയാണ്. അപ്പോൾ ആ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്. അതൊക്കെ മുനിസിപ്പാലിറ്റിയോട് ചേരണം. മുനിസിപ്പാലിറ്റിയോട് ചേരുമ്പം ചില പ്രത്യേകതകളുണ്ട്. മുനിസിപ്പാലിറ്റി വരുമ്പോൾ ടാക്സ് കൂടുന്നുണ്ട്, ചില ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു അലൈൻമെൻറ്റോടെ നോക്കിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് തൃപ്രധാനം പഞ്ചായത്തിൻ്റെയും വാഴപ്പള്ളി പഞ്ചായത്തിൻ്റെയും കുറേ ഭാഗങ്ങൾ മുനിസിപ്പാലിറ്റിയോട് ചേർക്കാവുന്നതാണ്. പായിപ്പാടിൻ്റെ ലായിക്കാട് പ്രദേശമൊക്കെ ഇനി വരാം. ലായിക്കാടൊക്കെ ഇപ്പം പായിപ്പാട് AC റോഡ് അത് പക്ഷെ അങ്ങോട്ടൊക്കെ അർബൻ മേഖല എന്ന് പറയുമ്പോൾ അത് റൂറലിലേക്ക് മാറുമ്പം അതിൻ്റെതായ ചെലവ് കൂടുകയൊക്കെ ചെയ്യും പല കാര്യങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മുടെ നാട്ടിൽ മഴ കനക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ താങ്കളെപ്പോലുള്ള ആളുകൾക്കൊക്കെ ഇപ്പോൾ ഇച്ചിരി നെഞ്ചിൽ തീയുള്ള സമയം ഇതൊരു ചലഞ്ചിങ് ആണല്ലോ ഈ മഴക്കാലം എന്ന് പറയുന്നത്. ഈ 2018 സംഭവിച്ച പോലെ എന്തെങ്കിലും സംഗതികളൊക്കെ സംഭവിച്ചാൽ മണ്ഡലത്തിലെ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? അതുകൊണ്ടാണ് ഞാൻ KC പിടിച്ച് പൊളിക്കുന്ന കാര്യത്തെ പറ്റി പറഞ്ഞത്. 2018 സംഭവിച്ചുകൊണ്ടിരുന്ന കുട്ടനാടിൻ്റെ ആളുകൾ ഒത്തിരി 1000 10,000 കണക്കിന് ആളുകൾ നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്തതാണ്. അപ്പം KC പിടിച്ച് അന്ന് വലിയ തടസ്സമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്ന് തൊട്ട് ഈ KC പിടിച്ച് പൊളിക്കണമെന്ന് പറഞ്ഞ് ഞാൻ സമരം നടത്തുകയൊക്കെ ചെയ്തു. അപ്പം അങ്ങനെ അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പം നമ്മളാരും ഈ മെയ് മാസത്തിൽ ഇത്രയും വലിയൊരു മഴ ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചില്ല. അത് എക്സ്പെക്ട് ചെയ്തതിനൊക്കെ നേരത്തെ ആയിപ്പോയി. ഇപ്പം നമ്മൾ കുറേയേറെ തോടുകളൊക്കെ ശുചീകരണത്തിന് ഫണ്ട് വെച്ചിട്ടുണ്ട്. ഈ മഴ ഈ ഒരാഴ്ച ഒന്ന് മാറി നിന്നാൽ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കാൻ പറ്റും. സാർ, നമ്മുടെ ഒരു വക്കീൽ ഓഫീസ് ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോഴും പോകാൻ പറ്റുന്നുണ്ടോ? അവിടെ ഇടയ്ക്കൊക്കെ പോകും. അവിടെ ജൂനിയറൊക്കെ ഉണ്ട്. ചങ്ങനാശ്ശേരിയിൽ ഒരു 40 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇടതുപക്ഷത്തിന് ലഭിച്ച ഒരു MLA ആണ് താങ്കൾ. ഇത് വളരെ ഭാരവും സമ്മർദ്ദവും ഒക്കെ ചെലുത്തുന്ന ഒരു അവസ്ഥയാണെന്നുള്ളത് അറിയാം. എങ്കിലും പലരും കരുതുന്നത്
MLA ഒന്ന് മനസ്സുവെച്ചിരുന്ന നടന്നേനെ എന്നാണ് പല കാര്യങ്ങളിലും പറയുന്നത്. പക്ഷേ ചിന്തിക്കുന്ന ആളുകൾക്കറിയാം MLA മാത്രം മനസ്സുവെച്ചിട്ട് കാര്യമില്ല, MLAക്ക് കാര്യം അവതരിപ്പിക്കാനും ചിന്തിക്കാനും കഴിയുമെന്നുള്ള സത്യമാണെങ്കിൽ പോലും ചുവപ്പ് നാടയുടെ നൂലാമാലകളിൽ കുടുങ്ങിക്കിടക്കുന്ന ചിലരുടെ ജീവിതങ്ങളും ചില നഗരങ്ങളുടെ വികസനങ്ങളും ഒക്കെ ആ നാടയ്ക്കകത്തു നിന്ന് പുറത്തോട്ടിറങ്ങണമെങ്കിൽ കുറേയധികം കാര്യങ്ങൾ നടന്നു കിട്ടേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാതാണ് ഓരോരുത്തർ കുറ്റപ്പെടുത്തുന്നത്. അപ്പം സാങ്കേതികമായ ഇത്തരം തടസ്സങ്ങളെ തിരിച്ചറിഞ്ഞ് ഇതൊന്നും അറിയാതെ വിമർശിക്കുന്നവർക്ക് താങ്കൾ എങ്ങനെയാണ് ചിരിച്ചുകൊണ്ട് മറുപടി കൊടുക്കുന്നത്? അല്ലെ, ഞാനേ ആൾക്കാർ പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. എന്ന് വെച്ചാൽ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അതനുസരിച്ച് റിയാക്ട് ചെയ്ത് വർക്ക് ചെയ്യും. അപ്പം ഞാൻ ചെറിയൊരു കാര്യം പറയാം. ഒരു ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിലെ ഒരു ഡോക്ടറേറ്റുള്ള ഒരു ലേഡി 12-ലധികം വർഷം 1 രൂപ പോലും ശമ്പളം മേടിക്കാതെ ആ കോളേജിൽ അവർക്ക് അപ്രൂവൽ കൊടുത്തില്ല. 12 വർഷത്തിലേറെ കാലം ജോലി ചെയ്തു. ഇപ്പൊ അവര് 18 വർഷമായി. അപ്പൊ അവരെ ഞാൻ MLA ആയപ്പം എൻ്റെ അടുക്കൽ ഈ കാര്യമായിട്ട് വന്നു. നമുക്കുള്ള സന്തോഷം നയിക്കണം. അപ്പൊ അവർ പറഞ്ഞു, സാറേ ഞാനിങ്ങനെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്തും VS അച്യുതാനന്ദന്റെ കാലത്തും പിണറായി വിജയന്റെ കാലത്തും ഈ 3 പേരുടെയും കാലത്ത് ഞാൻ ഇതിനു വേണ്ടി ശ്രമിച്ചു, എനിക്ക് നടന്നു കിട്ടിയില്ല. അന്നെല്ലാം ഇങ്ങനെ ക്യാബിനറ്റ് വന്ന് പാസ്സായി, പക്ഷെ നടന്നില്ല. സാർ ഇതെനിക്ക് എങ്ങനെയെങ്കിലും നടപ്പാക്കി തരണമെന്ന് പറഞ്ഞു. ഞാനത് ഏറ്റെടുത്തു. ഞാൻ തിരുവനന്തപുരത്ത് പോയി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കണ്ടു, മുഖ്യമന്ത്രിയെ കണ്ടു, ഇതെല്ലാം കൊടുത്തു. അവസാനം മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ ക്യാബിനറ്റിൽ ആ വിഷയം പാസ്സാക്കി അവർക്ക് ശമ്പളം കൊടുത്തു, അപ്രൂവൽ കൊടുത്തു. അവർക്കുണ്ടായ സന്തോഷം മുഴുവൻ തുകയും അവർ കൊടുത്തു കിട്ടിയാണ്. അതൊന്നും ഞാൻ എത്ര തുകയെന്ന് ചോദിക്കേണ്ട കാര്യം. അവർക്ക് ഗവൺമെന്റ് ഉത്തരവ് സംഗതി പാസ്സായി. അപ്പൊ അവർക്കുണ്ടായ സന്തോഷം. അവർ മിനിഞ്ഞാന്ന് എന്നെ കാണാൻ വന്നപ്പോൾ അവർ പറഞ്ഞു, ഈ UGC അനുസരിച്ച് ഡോക്ടറേറ്റ് ഉണ്ട്, UGC ലൈബ്രറിനായിട്ട് പോകണം. അപ്പം ബിന്ദു മിനിസ്റ്റർ അവരെ ചേർത്ത് നിർത്തിട്ട് പറയുകയാണ്, ഈ നിൽക്കുന്ന MLA നിങ്ങൾക്ക് വേണ്ടി എന്തും വീണ്ടും കഷ്ടപ്പെട്ടു, ക്യാബിനറ്റ് ഫയലും കൊണ്ടുപോയി എൻ്റെ സഹപ്രവർത്തകരൊന്നും പറഞ്ഞത് കൊടുക്കില്ലെന്ന് പറഞ്ഞപ്പോഴും ഈ പ്രിയപ്പെട്ട ജോബ് മൈക്കിൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ശക്തമായി ആ ക്യാബിനറ്റ് നിങ്ങൾക്ക് വേണ്ടി വാദിച്ച് നിങ്ങൾക്ക് ആ കാര്യം ചെയ്തു തന്നു. ലൈബ്രറിയിൽ പറയാം, അടുത്ത നിങ്ങളുടെ കാര്യം UGC കിട്ടുക എന്നുള്ളതാണ്. ആ ഫയൽ കൊടുത്തപ്പോഴത്തേക്കാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പം നമുക്കുണ്ടായ സന്തോഷം വളരെ വലുതാണ്. റിസൾട്ട് കിട്ടും. ഈ ചങ്ങനാശ്ശേരി നടക്കത്തില്ലെന്ന് പറഞ്ഞ ഒത്തിരിയേറെ കാര്യങ്ങൾ KSRTC ബസ് സ്റ്റാൻഡിൽ എടുത്ത് പൊളിച്ചു, മാറ്റി, പണിതു തുടങ്ങി. അതൊരു വലിയ അച്ചീവ്മെന്റ്. സജീവത്വപുരത്ത് ഞാൻ MLA ആയപ്പോൾ മനുഷ്യ വിസർജനം കൊണ്ട് കയറാൻ പറ്റാത്തൊരു കെട്ടിടത്ത് ഞാൻ ചെന്നു. അന്നേരം ഞാൻ ആ ബ്ലോക്ക് പഞ്ചായത്തുകാരോട് പറഞ്ഞു, ഇത് പൊളിക്കണം, അവിടെ നിൽക്കാൻ മേല, അത്ര അധികം ദുർഗന്ധവും, ഇത് ജനങ്ങൾ വരുന്ന സ്ഥലമല്ലേ, അത് പൊളിച്ചു മാറ്റി. എന്നിട്ട് 1.5 കോടി രൂപ മുടക്കി അവിടെ 10 പേർക്ക് കിടക്കാവുന്ന പുതിയ ബെഡുണ്ടാക്കി അത് ഉദ്ഘാടനം ചെയ്ത് കൊടുത്തപ്പോൾ എനിക്കുണ്ടായ ചാരിതാർത്ഥ്യം വലുതാണ്. അപ്പം നടക്കത്തില്ലെന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ BMWC നിലവാരത്തെ റോഡുകൾ പോകുന്നു. ഞാൻ പെരുമ്പനഞ്ചി തോട്ടയ്ക്കാട് റോഡ് ചെയ്യാൻ ചെന്നപ്പോൾ ഒരു പറ്റ ആളുകൾ വന്നിട്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഈ റോഡ് തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഈ റോഡ് നിങ്ങൾ പണിയേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ MLA ആണെങ്കിൽ ഈ റോഡ് പണിയും, ഇത് BMWC നിലവാരത്തിലേക്ക് തന്നെ കൊണ്ടുവരും. ഈ റോഡിന്റെ ഉദ്ഘാടനവും ഞാൻ ശരിയെ പണിതു. മന്ത്രി PWD മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് വന്ന് ആ റോഡിന്റെ ഉദ്ഘാടനം ചെയ്തു കൊടുത്തു. അപ്പൊ അങ്ങനെ ഈ ആളുകള് പല രീതിയിൽ വിമർശിക്കും. അത് രാഷ്ട്രീയപരമായിട്ട് കണ്ടാൽ മതി. അവർക്ക് നാടിന്റെ വികസനമല്ല അവർക്ക് ആവശ്യം. അവർക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ഇരിക്കുന്ന സ്ഥാനം ഒന്ന് തട്ടിത്തെറിപ്പിച്ചെടുക്കാവൂ എന്നുള്ളതാണ് അവരുടെ ഒരു ആലോചന. അത് ജനങ്ങൾ തീരുമാനിച്ചാൽ ജനങ്ങളുടെ തീരുമാനം. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അത് എനിക്ക് രാഷ്ട്രീയമില്ല അതിൻ്റെ അകത്ത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിക്ക് അതീതമായി ഒരു വികസനത്തിനും ഞാൻ ജാതി ചോദിക്കാറില്ല, ഒരു വികസനത്തിനും പാർട്ടി ചോദിക്കാറില്ല. ഇതിനിടയ്ക്ക് BJPക്കാർ വന്നാലും കോൺഗ്രസ്സുകാർ വന്നാലും CPMകാർ വന്നാലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാർ വന്നാലും ജോസഫ് ഗ്രൂപ്പുകാർ വന്നാലും എല്ലാവരും ഒരേ സമീപനമേ ഉള്ളൂ. അല്ലാതെ ആരോടും ഒരു വേറെ വ്യത്യാസവും കാണിക്കാറില്ല. ജനങ്ങൾക്ക് ഇപ്പോൾ റോഡുണ്ടാക്കി, ആ റോഡിൽ കൂടെ BJPക്കാരൻ മാത്രമാണ് നടന്നു പോകുന്നത്, ആ റോഡിൽ കൂടെ കോൺഗ്രസ്സുകാരൻ മാത്രമാണ് നടന്നു പോകുന്നത്, ആ റോഡിൽ കൂടെ കമ്മ്യൂണിസ്റ്റുകാരാണോ LDFകാരെ മാത്രമാണ് നടന്നു പോകുന്നത്. എല്ലാ ആളുകളും പോവുകയാണ്. റോഡ് ചോദിക്കുമോ നിങ്ങളെ ജാതി ഏതാ, മതം ഏതാ, പാർട്ടി ഏതാന്ന് ചോദിക്കുമോ? ഒന്നും ചോദിക്കത്തില്ല. അപ്പം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് രാഷ്ട്രീയം വേണം, രാഷ്ട്രീയ ബോധം വേണം, നമ്മുടെ പാർട്ടി വേണം, നമ്മുടെ മുന്നണി വേണം. അതുപോലെ തന്നെ ജനങ്ങളെ ഒന്നായിട്ട് കാണുക. ജനങ്ങളെ ഒന്നായിട്ട് കാണുക എന്ന് പറയുന്നതാണ് MLAയുടെ കർത്തവ്യം.
അപ്പോൾ ജനങ്ങൾ ഒന്നായി ഈ രാഷ്ട്രീയ വിമർശനം നടത്തുന്നവരോടൊക്കെ ഞാൻ പിന്നെ കാലം ചോദിക്കും, എന്താണ് നിങ്ങൾ നടത്തി ചോദിക്കും. അവർ പറയും, എന്തെങ്കിലും ഒരു കാരണം വേണ്ട നിങ്ങൾക്ക് എന്ന് പറയാൻ, നിങ്ങൾക്കെതിരെ പറയാൻ ഒരു കാര്യമില്ല. അപ്പം കിട്ടുന്ന ഒരു കാര്യം ഞങ്ങളൊക്കെ പറയുന്നു. എന്താ പറയുന്നത്? ആ റോഡ് പൊളിച്ചിട്ട് കുറച്ച് ദിവസമായി, അതിൻ്റെ പണി താമസിച്ചു പോയിരിക്കുന്നു. അല്ല ഇന്ന പദ്ധതി, ഇപ്പം ആശുപത്രിയിലെ കാരുണ്യ മെഡിക്കൽ ഷോപ്പ് അപ്പുറത്തോട്ട് മാറ്റിയിരിക്കുന്നു, അപ്പുറത്തോട്ട് മാറ്റണ്ട, ഇപ്പുറത്ത് തന്നെ പ്രവർത്തിക്കണം. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പം എനിക്ക് അവരോട് കാണുമ്പം അവരോട് സ്നേഹവും അവരോട് പ്രത്യേകമായിട്ടുള്ള താല്പര്യമാണ് ഉള്ളത്. അങ്ങനെ ഒരു വിരോധവും ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ അവസാനമായിട്ട് ചോദിക്കുന്നത്, അടുത്തൊരു ടീമിൽ എന്താണ് പ്ലാൻ ചങ്ങനാശ്ശേരിയെ കുറിച്ച്? അടുത്തൊരു ടീമിൽ അടുത്ത ഒരു 5 വർഷം കഴിയുമ്പം ചങ്ങനാശ്ശേരിയിൽ ഗൾഫിലും അമേരിക്കയിലും യൂറോപ്പിലും പോയിരിക്കുന്ന ആളുകൾ തിരിച്ചു വരുമ്പോൾ ഞാൻ പോയ ചങ്ങനാശ്ശേരി മാറിപ്പോയല്ലോ, ഞാൻ പോയ ചങ്ങനാശ്ശേരിക്ക് പകരം പുതിയൊരു ചങ്ങനാശ്ശേരി വന്നല്ലോ എന്ന് കൃത്യമായി പറയിപ്പിക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അടുത്ത ഈ 5 വർഷം കഴിഞ്ഞ് അടുത്ത 5 വർഷം കഴിയുമ്പോൾ സമഗ്രമായിട്ടുള്ള വികസനം ചങ്ങനാശ്ശേരിയിൽ ഉണ്ടാകും. അതാണ് അടുത്ത MLA ആകുമ്പോൾ എൻ്റെ ലക്ഷ്യം. ഏതായാലും ചങ്ങനാശ്ശേരിയിലെ കക്ഷി രാഷ്ട്രീയ മത സാമുദായിക ബന്ധത്തിനൊക്കെ അപ്പുറത്ത് ധാരാളം സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇനി നിരവധി ടേമുകൾ താങ്കൾക്ക് ലഭിക്കണം. കാരണം നമ്മൾ ഇതിനു മുമ്പ് സ്നേഹിച്ചിരുന്ന MLAക്ക് 40 വർഷവും ഏതാണ്ട് 8 മാസവും ചങ്ങനാശ്ശേരി അനുവദിച്ചു കൊടുത്തിരുന്നു. ഏതായാലും കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ചങ്ങനാശ്ശേരിയിലെ എടുത്തു പറയത്തക്ക ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ താങ്കൾക്ക് കഴിഞ്ഞു. അതിന് ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളതൊരു വലിയ സത്യമാണ്. തുടർന്നും ജനങ്ങൾ താങ്കളിൽ വിശ്വാസം അർപ്പിക്കും എന്ന പ്രതീക്ഷ CTVക്കുമുണ്ട്. ഞാൻ എന്നോടൊരാൾ ഒരു കാര്യം പറഞ്ഞാൽ കൃത്യമായിട്ട് ഇടപെടും. അത് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലും അതിനകത്ത് ഇടപെടും. എന്ത് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലും അവരോട് പറയും ഇന്ന കാര്യം ഇങ്ങനെ ചെയ്യാൻ പറ്റും. ചില 100ൽ 100 കാര്യം നമുക്ക് ഒരിക്കലും ആർക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആത്മാർത്ഥമായി സത്യസന്ധമായി സുതാര്യം. എൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം 1 രൂപയുടെ പോലും കളക്ഷൻ ഉണ്ടാകാൻ പാടില്ല. അപ്പം തീർച്ചയായും നമ്മുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വികസനവും ജനങ്ങളുടെ കൂട്ടായിട്ടുള്ള സപ്പോർട്ടും രാഷ്ട്രീയത്തിന് അതീതമായി, ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല, രാഷ്ട്രീയത്തിന് അതീതമായി ജാതിക്കതീതമായി എല്ലാ ആളുകളും, പൈസ ഉള്ളവരും പൈസ ഇല്ലാത്തവരും, യുവാക്കളും യുവതികളും വിദ്യാർത്ഥികളും പ്രായവരും എല്ലാവരും ഒരുമിച്ച് ഇന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ജയിച്ചു വരാൻ പറ്റത്തുള്ളൂ. അവരുടെ വലിയ അനുഗ്രഹവും പ്രാർത്ഥനയും. ഇതിനെല്ലാം മുഖ്യമായിട്ടുള്ള കാര്യം പ്രാർത്ഥനയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ആ ദൈവം നമ്മളെ അനുവദിക്കുന്ന ആ വലിയ ദൈവാനുഗ്രഹമാണ്. ദൈവം ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തരെ ചുമതലപ്പെടുത്തുന്നു. അങ്ങനെ ചുമതലപ്പെടുത്തിയതായി കരുതിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഒന്നല്ല പല ടീമുകൾ ചങ്ങനാശ്ശേരിക്ക് വേണ്ടി നിലകൊള്ളുകയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുകയും കഴിയട്ടെ, സർവശക്തനായ കരങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് CTV ആശംസിക്കുകയാണ്. ഞങ്ങളോട് സഹകരിച്ചതിന് ഒത്തിരി നന്ദി. നിങ്ങൾക്ക് പ്രത്യേകമായ നന്ദിയും പ്രാർത്ഥനയും അറിയിക്കുന്നു.